മറ്റൊരു വാർത്തയിലേക്ക്. ചേർത്തലയിൽ വീട്ടുവളപ്പിൽ ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പ്രതി സെബാസ്റ്റ്യനുമായി ചേർത്തലയിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് എതിർവശമുള്ള ശ്രീ വെങ്കടേശ്വര ജ്വല്ലറിയിലാണ് ആദ്യ തെളിവെടുപ്പ്. ജൈനമ്മ തിരോധാന കേസിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. അതേസമയം 2012 ചേർത്തല ഐഷ തിരോധാന കേസിലും സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഇരുവരും സുഹൃത്തുക്കളായിരുന്നുവെന്ന് ഐഷയുടെ അയൽവാസി റോസമ്മ ന്യൂസ് മലയാളത്തോട് സ്ഥിരീകരിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് കല്യാണം ആലോചിച്ചത്. എൻ്റെ ഭർത്താവ് 2008 മരിച്ചു. ഞാനിവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി കല്യാണം ആലോചിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനും ചോദിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് അത്ര വിശ്വാസമായിട്ട് തോന്നിയില്ല. അത് കാരണം തിരുനെല്ലിപ്പള്ളിയിലെ വികാരിയച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അന്നേരം അച്ഛൻ പറഞ്ഞു മഹാഭാവം ഇതാന്ന് പറഞ്ഞു. റോഡെന്നല്ല, അതിനേക്കാളും വലിയ പേരുണ്ടെങ്കിൽ അത് വിളിച്ചാൽ അതും പുള്ളിക്ക് ചേരുകയല്ല, അതിനേക്കാളും വലിയ ആളാന്ന് പറഞ്ഞു. പള്ളിയിൽ പോയി കുർബാനയും കഴിഞ്ഞ ശേഷം ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ഫോണിൽ 3 കോളുണ്ട് ഐഷയുടെ. അപ്പോൾ എന്നേലും അത്യാവശ്യമാണല്ലോ എന്ന് ഓർത്ത് ഞാൻ ആ ഫോണ് തിരിച്ച് ഐഷയെ വിളിച്ചു. പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടും എടുത്തില്ല. ഞാൻ കിടക്കുന്നിടം വരെയും വിളിച്ചു, എന്നിട്ടും പല പ്രാവശ്യം വിളിച്ചിട്ടും എടുത്തില്ല. പിറ്റേ ദിവസവും വിളിച്ചു, അതിൻ്റെ പിറ്റേ ദിവസവും വിളിച്ചു, എന്നിട്ടും എടുത്തില്ല. കത്തിച്ച നിലയിൽ കണ്ടെത്തിയ അസ്ഥികൾക്കൊപ്പം ലഭിച്ച പല്ല് കേസിൽ നിർണായകമാകും. കണ്ടെത്തിയ ക്ലിപ്പിട്ട കൃത്രിമ പല്ല് ഐഷയുടേതിന് സമാനമാണ് എന്നുള്ളതാണ് സൂചന. വിവരങ്ങളുമായി VS അനുരാഗ് നമുക്കൊപ്പം ചേരുകയാണ്. അനുരാഗ്, ഈ തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകുന്നുണ്ട്. സെബാസ്റ്റ്യനും ഒപ്പം ഉണ്ടാകുമല്ലോ. എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ഇനി തെളിവെടുപ്പുള്ളത്? ബിനിൽ, കഴിഞ്ഞ ദിവസമാണ് ജൈനമ്മ തിരോധാന കേസിൽ സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചത്. ഇന്ന് രാവിലെയാണ്, ഇപ്പോൾ അല്പസമയം മുൻപാണ് കോട്ടയത്ത് നിന്ന് സെബാസ്റ്റ്യനെ ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് എതിർവശമുള്ള ശ്രീ വെങ്കടേശ്വര ജ്വല്ലറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഇവിടെ സ്വർണം വിറ്റു എന്നാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന മൊഴി. അത് ആരുടെ സ്വർണം കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. സ്വർണം ഇവിടെ വിറ്റുവെന്നും കുന്നത്തിൽ ഫിനാൻസിൽ പണയം വെച്ചു എന്ന കാര്യം കൂടി മൊഴിയായി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് അടുത്ത് കുന്നത്തിൽ ഫിനാൻസിലേക്കായിരിക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോകുക. അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റ്യന്റെ വീട്, അവിടെ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത് അത് ആരുടേതാണെന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. അതിനൊപ്പം വീടിനകത്തെ പുതിയതായി ഗ്രാനൈറ്റ് പാകിയ ഇടം, അതും ദുരൂഹത ഉയർത്തുന്നുണ്ട്. ഇതിലെല്ലാം ഈ വീട്ടിൽ കൂടി സെബാസ്റ്റ്യനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് ഡിവൈഎസ്പി ഓഫീസിന് മുന്നിലെ സ്വർണ്ണ കടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അല്പസമയത്തിനകം ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം അടുത്ത് ഒരുപക്ഷെ കുന്നത്തിൽ ഫിനാൻസിലേക്കായിരിക്കും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളിപ്പുറത്തെ വീട്ടിലെ തെളിവെടുപ്പ് തന്നെയാകും നിർണായകമാവുക. അതിനൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐഷ തിരോധാന കേസുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ട് തരത്തിലുള്ള നിർണായക വെളിപ്പെടുത്തൽ കൂടി ഉണ്ട്. ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലെല്ലാം ഉണ്ടാകും. അത് എന്തായാലും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ആയിരിക്കും അന്വേഷിക്കുക. ഇപ്പോൾ കോട്ടയം, ഈ ജൈനമ്മ കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈം ആലപ്പുഴ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, VS അനുരാഗാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ജൈനമ്മ തിരോധാന കേസിലാണ് ഇപ്പോൾ തെളിവെടുപ്പ്. ഐഷയെ കാണാതായ കേസിലും ഈ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടിയ കൃത്രിമ പല്ല് ഐഷയുടേതിന് സമാനമാണ് എന്ന സൂചനകളാണ് പോലീസ് ഇപ്പോൾ പങ്കുവെക്കുന്നത്.